നമസ്തേ. ആദ്യമായി അഗ്നിഹോത്രം ആണ് ചെയ്യാൻ പോകുന്നത്. ബ്രഹ്മയജ്ഞം ആണ് എണീച്ച വശം ഞാൻ ചെയ്തു വരുന്നത്. ബ്രഹ്മയജ്ഞം എന്ന് പറഞ്ഞാൽ അകത്ത് ചെയ്തിട്ടാണ് ഞാൻ വരുന്നത്. ബ്രഹ്മയജ്ഞം കഴിഞ്ഞാൽ ദേവയജ്ഞമുണ്ട്. ദേവയജ്ഞത്തിൻ്റെ ഒരു ഭാഗമാണ് അഗ്നിഹോത്രം. അപ്പോൾ അഗ്നിഹോത്രികൾ യഥേഷ്ടം ചെയ്തു വരുന്നതാണ് അഗ്നിഹോത്രം. വളരെ ദുർലഭമായിട്ട് പ്രചാരത്തിൽ കണ്ടുവരുന്നുള്ളൂ. പക്ഷെ ഞാൻ യജ്ഞോപവീതം ധരിച്ചതിന് ശേഷം അഗ്നിഹോത്രം ഒരു ദിവസം പോലും മുടങ്ങാതെ രാവിലെ മുതൽ ചെയ്തു വരുന്നുണ്ട്. അഗ്നിഹോത്രത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഓം ഗണാനാം ത്വാ ഗണപതിം ഹവാമഹേ കവിം കവീനാമുപമശ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പദ ആനശൃണ്വന്നോതിഭിः സീതസാദനം. ചതുസ്സാഗരപര്യന്തം ഗോബ്രാഹ്മണേഭ്യോ ശുഭം ഭൂയാത് കശ്യപ ഗോത്രോത്പന്ന അഹം ഭവന്തം അഭിവാദയേത്. ഗുരുവിന് ഉള്ള വണക്കം, ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് ഗുരുവിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുന്നതാണ് ഈ വന്ദനം. അതാണ് ഇപ്പോൾ ഞാൻ ചെയ്തു കഴിഞ്ഞത്. ഇനി പതിയെ നമ്മളെ വിഷയത്തിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുക. ഓം സംസമിദ്യുവസേ വൃഷന്നഗ്നേ വിശ്വാനരിയ ഇളസ്പദേ സമിദ്യസേ സനോവസൂന്യാഭര ഓം സംഗച്ഛധ്വം സംവദധ്വം സംവോ മനാംസി ജാനതാം ദേവാഭാഗം യഥാ പൂർവേ സംജാനാന ഉപാസതേ. ഓം സമാനോ മന്ത്ര സമിതി സമാനി സമാനം മനസഃ ചിത്തമേഷാം സമാനം മന്ത്രമഭിമന്ത്രയേവ സമാനേന വോ ഹവിഷാ ജുഹോമി. ഓം സമാനീവ ആകൂതി സമാന ഹൃദയാനിവ സമാനമസ്തു വോ മനോ യഥാവ സുസഹാസതി. ഓം ശാന്തി ശാന്തി ശാന്തി. ഇതിൽ രണ്ട് വാക്കുകൾ പറഞ്ഞ് സമാനോ മന്ത്ര സമിതി സമാനി. സമാനോ മന്ത്ര എന്ന് വെച്ചാൽ ഒരേ രൂപത്തിൽ ചിന്തിക്കുന്ന എല്ലാവരും, സമാന ചിന്തരായ എല്ലാവരും ഒരുമിച്ച് വരണം. ഞാൻ എന്തുദ്ദേശിക്കുന്നു അതല്ല മറ്റൊന്ന് ചിന്തിച്ച ഒരാൾ മുന്നിൽ ഇരിക്കുമ്പോൾ അവിടെ ആ സമാനോ മന്ത്ര വരാതെ. അപ്പോൾ അതില്ലെങ്കിൽ തന്നെ നമുക്കത് നഷ്ടപ്പെട്ടു. ഞാൻ മറ്റൊന്ന് വിചാരിക്കുക, അവിടെ ഇരിക്കുന്ന ശ്രോതാവ് മറ്റൊന്ന് ചിന്തിക്കുക. എല്ലാവരും മറ്റൊന്ന് ചിന്തിക്കല്ല, എല്ലാവരും ചെയ്യുന്ന കാര്യത്തിൽ കോൺസെൻട്രേഷൻ ഇരിക്കുക. എന്തൊന്നായിക്കോട്ടെ അതിൽ കോൺസെൻട്രേഷൻ വേണം. ശ്രദ്ധവാൻ ലഭത്തെ ജ്ഞാനം എന്നാണ്. ശ്രദ്ധിക്കുന്നവനെ ജ്ഞാനം കിട്ടുള്ളൂ. ജ്ഞാനം തന്നെ വിശേഷാൽ ജ്ഞാനാവുമ്പോഴാണ് വിസ്ഡത്തിലേക്ക് കിടക്കുക. അല്ലെങ്കിൽ അത് നോളജേ ആവുള്ളൂ. നോളജ് വിസ്ഡല്ല. നോളജ് വിസ്ഡല്ല. നോളജിൽ മനുഷ്യന് അറിവ് കിട്ടും. എനർജി ഈസ് MC². അത് നോളജാണ്, ഒരു തെറ്റില്ല. വിസ്ഡല്ല. എനർജി ഈസ് MC² എന്ന് പറഞ്ഞാൽ എന്തായി? നാഗസാക്കിയും ഹിരോഷിമയും എന്ത് സംഭവിച്ചു? ചുട്ടി ചാമ്പലാക്കാൻ പറ്റി. അത് ഉപയോഗിച്ചിട്ടാണ്. എനർജി ഈസ് MC². അപ്പോൾ വിസ്ഡം വരെ എങ്ങനെയാണ്? അതുകൊണ്ട് എന്താണ് വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്? ഒരു വരി ഒന്ന് ശ്രദ്ധിച്ചു. നാഹം മന്യേ സുവേദേതി നോന വേദേതി വേദജ യോനസ്തദ് വേദ തദ്വേദ നോന വേദേതി വേദജ. ഞാൻ ഇരുന്ന ഉടനെ പറയണേ എനിക്ക് വേദമൊന്നും അറിഞ്ഞൂടാ, എനിക്ക് ഒന്നും അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ തന്നെ എന്നെ ഇടിച്ചു കഴിഞ്ഞു. എന്നിട്ട് പറഞ്ഞു? എനിക്കൊന്നും അറിഞ്ഞൂടാ. അത് തെറ്റാണ്. അതിന് പകരം പറയുന്നത് സുവേദേതിയാണ്, നല്ല അറിവായി എനിക്ക് വേദത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ അതും തെറ്റി. പിന്നെ എങ്ങനെ പോകണം ഒരു സാധകൻ, ഒരു ഗുരു? എനിക്കറിയാം ഗുരു കൃപ കൊണ്ട്, എൻ്റെ ഗുരുനാഥിൽ നിന്ന് എനിക്ക് എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട്. പൂർണ്ണനല്ല ഞാൻ. പൂർണ്ണത നമുക്ക് പറ്റില്ല. എല്ലാ ആംഗലേയ കവികളും പാടിപ്പുകഴ്ത്തിയതാണ് പൂർണ്ണതയെ പറ്റിയിട്ട്. പൂർണ്ണത എന്ന് പറഞ്ഞാൽ പൂർണ്ണതയിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പൂർണ്ണത അവിടെ നിന്ന് കുറച്ച് മാറി നിൽക്കും. കട്ടുകമണിയോളെങ്കിലും വിശ്വാസം വേണമെന്ന് പറയും. കട്ടുകമണി എന്ന് പറഞ്ഞാൽ കുറച്ച് വിശ്വാസത്തിലല്ല കട്ടുകമണി. കട്ടുകമണിയുടെ പെർഫെക്ഷൻ, ആ ഉരുണ്ട ഷേപ്പ്, പെർഫെക്ഷൻ, വിശ്വാസം പെർഫെക്റ്റ് ആയാൽ എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാണ്ട് കടുകുമണി വെച്ചാൽ ഇത്തിരി വിശ്വാസം, ആർക്കും ഒരു ഇത്തിരി വിശ്വാസം ഇല്ലേ എന്ന് നമുക്ക് ചോദിക്കാൻ തോന്നും. പക്ഷേ ഇൻ്റർപ്രിറ്റേഷൻ പ്രശ്നം. ഉദാഹരണം, ബൈബിളിൻ്റെ ആദ്യ രൂപത്തിൽ നമുക്ക് കേൾക്കുന്നത് വൾഗേറ്റ് എഡീഷനാണ്. വൾഗേറ്റ് എഡീഷൻ ഓഫ് ദ ബൈബിൾ. വൾഗേറ്റ് എഡീഷൻ ഓഫ് ദ ബൈബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാറ്റിൻ എഡീഷൻ.
എന്തപ്പോൾ ലാറ്റിൻ പറഞ്ഞത്? അപ്പോൾ ആചാര്യന് ലാറ്റിനോട് വലിയ ഇഷ്ടമാണോ? അങ്ങനെയല്ല. ഇംഗ്ലീഷിൽ 4 വാചകം പറയാനുണ്ടെങ്കിൽ ലാറ്റിനിൽ 2 വാചകം മതി. ലാറ്റിനിലാവും. കാരണം നമുക്കറിയാം ആദ്യ കവി പറഞ്ഞത് എന്താ? മാ നിഷാദ. 2 ക്രൗഞ്ച പക്ഷികൾ, കുരുവികൾ ചേർന്നിരിക്കുമ്പോൾ ഒരു കാട്ടാള നമ്പ് ചെയ്യാൻ വരികയാണ്. അരുത് കാട്ടാള, അരുത്, മാ നിഷാദ എന്ന് പറഞ്ഞ് തുടങ്ങി ആദ്യ കവി. എന്തതിൻ്റെ അർത്ഥം? കരളലിഞ്ഞുകൊണ്ടാണ് കവി അത് പറഞ്ഞത്. കാട്ടാളന് അതിൻ്റെ കരളളിയണ സംഭവം മനസ്സിലാവുന്നില്ല. ഞാനൊരു ലാറ്റിൻ പറഞ്ഞാൽ അത് ക്ഷമിക്കും, കാരണം ഇതോടെ ആവശ്യമായതുകൊണ്ടാണ്. സി വിസ്മി ഫ്ലറി ഫ്ലെൻറ്റും ഇസ്റ്റ് പ്രിയൂസ് ടി ബി. സി വിസ്മി ഫ്ലറി ഫ്ലെൻറ്റും ഇസ്റ്റ് പ്രിയൂസ് ടി ബി എന്നാണ് ആ മഹത്വചനം. അതായത് നിന്റെ ആർദ്ര മിഴികൾക്ക് മാത്രമേ എന്നെ ഇളക്കാൻ സാധിക്കൂ. ആ ആർദ്രമിഴികൾക്ക് എന്നെ ഇളക്കാൻ സാധിക്കും. അല്ലാണ്ട് നിൻ്റെ സതുപദേശം എനിക്ക് കേൾക്കണ്ട. നീ വലിയ കാര്യങ്ങൾ പറഞ്ഞ് പണ്ഡിതനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിൻ്റെ ഡിഗ്രികൾ, വാരിക്കൂട്ടിയ ഡിഗ്രികൾ എണ്ണിച്ചൊല്ലിയിട്ട് നിൻ്റെ പാണ്ഡിത്യം പറഞ്ഞുകൊണ്ടും നിനക്ക് എന്നെ ഇളക്കാൻ പറ്റില്ല. പക്ഷെ നിൻ്റെ മിഴികൾ ആർദ്രങ്ങളാണോ? ആ ആർദ്രത നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. ആർദ്രത അതാണ് നമുക്ക് വേണ്ടത്. സി വിസ്മി ഫ്ലറി ലാറ്റിനാണ്. സി വിസ്മി ഫ്ലറി ഫ്ലെൻറ്റും ഇസ്റ്റ് പ്രിയൂസ് ടി ബി. അതിൻ്റെ അർത്ഥം ഞാൻ എപ്പോഴും ഉപയോഗിക്കാറുണ്ട്. മാ നിഷാദ എന്ന് പറയുമ്പോൾ ആദ്യ കവിയുടെ ആർദ്ര മിഴികൾ ആരെയും ഇളക്കുന്നത്. കാട്ടാളൻ പോലും ഒരു നിമിഷം സ്തംഭിച്ചു നിന്നുപോയി. അതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ഈ സംസമിദ്യൗവസേ വിഷന്നഗ്നേ വിശ്വാനര്യ ആ തിളസ്പതേ സമദ്യശേഷനോ വസുന്യാഭര എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയതിലൊക്കെ നമുക്ക് കാണാം നമ്മൾ ഒരു ഐക്യമത്യ സൂത്രം. ഐക്യം വേണം, ഒത്തൊരുമ വേണം, ഉണ്ടായാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഐക്യമില്ല, ഒത്തൊരുമയില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. സകലവിധ ബന്ധങ്ങളും താറുമാറാവുന്നത് നിസ്സാര സംഭവത്തിൽ കൂടെയാണ്. ഐക്യം നഷ്ടപ്പെടുന്നത്. ഐക്യമത്യം മഹാബലം, അത്രേ ഉള്ളൂ. അത് പ്രാചീന സംസ്കൃതത്തിലൊക്കെ പറയുമ്പോൾ എന്താ വിഷയം എന്ന് വെച്ചാൽ മനസ്സിലാവായ വരികയാണ്. മോഡേൺ സംസ്കൃതത്തിൽ അപഗ്രഹിക്കാൻ നോക്കുമ്പോൾ ഒന്നും കൂടി തെറ്റാൻ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ലാറ്റിൻ മറ്റൊരു തേ ഗുസ്തിബുസ് നിൽ ഡിസ്പുറ്റാൻറ്റും, അത് ലാറ്റിനാണ്. എൻ്റെ ഗുരുനാഥന്മാരുടെ കാര്യങ്ങൾ കൊണ്ടാണ് ബൈബിളിനോടൊപ്പം ലാറ്റിൻ പഠിക്കാൻ കഴിയുന്നത്. കാരണം അത് പഠിച്ചിട്ടില്ലെങ്കിൽ ബൈബിൾ ശരിയാവില്ല എന്നാണ് എൻ്റെ ഗുരുനാഥൻ പറഞ്ഞതാണ് എനിക്കറിയുന്നത്. ഗുരുനാഥൻ വെച്ചാൽ സെൻറ്റ് തോമസ് കോളേജിൽ ലെക്ചറാണെന്ന് ആലോചിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം സ്റ്റേജിൽ കയറി ഇന്ന് പഠിപ്പിക്കുന്ന ഒരു മാഷും ഞാൻ ഇപ്പുറത്തിരിക്കുന്ന ഒരു സ്റ്റുഡൻറ്റും അല്ല. എനിക്കെൻ്റെ ഗുരുനാഥൻ ആചാര്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ ജോസഫ് കൊളേങ്കാട്. എൻ്റെ പിന്നീടുള്ള ഗവേഷണങ്ങളും ഇംഗ്ലീഷ് ഗവേഷണങ്ങളൊക്കെ അദ്ദേഹമാണ് ക്ലാസ്സിൽ ഏറ്റെടുത്തത്. അദ്ദേഹം ഒരുപാട് പറയും, അത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത്. തേ ഗുസ്തിബുസ് നെൽ ഡിസ്പുറ്റാൻറ്റ്, വളരെ വളരെ ലഘുവായ ഭാഷയിൽ പറഞ്ഞാൽ അച്ചിക്ക് ഇഞ്ചി ഭക്ഷണം, നായർക്ക് കൊഞ്ച് ഭക്ഷണം. നായർ പറയണത് കൂട്ടാൻ എന്തിന് 5-6 മീൻചാറ് ഇത്തിരി കിട്ടിയാൽ പോരെ. പക്ഷെ അച്ചിക്ക് ഇഞ്ചിയാണ് വേണ്ടത്. ഇഞ്ചിക്കറി ഉണ്ടെങ്കിലാണ് മൂപ്പര ഭാര്യയ്ക്ക് മര്യാദയ്ക്ക് ഉണ്ണാൻ പറ്റുള്ളൂ. നായർക്കാണെങ്കിൽ കുറച്ച് മീൻചാറുണ്ടെങ്കിൽ ഉണ്ണാൻ പറ്റുള്ളൂ. ഇതാണ് ഈ പറഞ്ഞത് തേ ഗുസ്തിബുസ് നിൽ ഡിസ്പുറ്റാൻറ്റ്. ഇതിനെ വളരെ സാഹിത്യപരമായി നമ്മൾ നിർവചിച്ച അർത്ഥം പറഞ്ഞാൽ ഒരുപാട് സമയം വേണം നമുക്ക് പറയാൻ. ഇതൊക്കെ നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോഴാണ് ഒരു ചരട് എല്ലാറ്റിൻ്റെ ഉള്ളിൽ കൂടി പോകുന്നതായി കാണും. എല്ലാ മതങ്ങളുടെയും അന്തർധാര ഒന്നാണ്. മഹാമനസ്സുകൾ തമ്മിലുള്ള ഐക്യം അവിടെ കാണാൻ പറ്റും. സമാനോ മന്ത്ര സമിതി സമാനി ഒക്കെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. എന്നെ സംബന്ധിച്ചോളം വേദം കഴിഞ്ഞേ മറ്റൊന്നുള്ളൂ. അപ്പോൾ കാളവണ്ടി യുഗത്തിലാണോ എന്നൊരാൾ ചോദിക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നും. അഞ്ജനം എന്നത് ഞാനറിയും മഞ്ഞൾ പോലെ വെളുത്തിരിക്കും എന്ന് പറഞ്ഞ ആളുടെ കഥയാണത്. കാളവണ്ടി യുഗത്തിലല്ല വേദം, അൾട്രാ മോഡേൺ യുഗത്തിലെ വേദം. ആ വേദത്തിന് അപഗ്രഹിച്ച അർത്ഥം പറയണമെങ്കിൽ ഒരു 30th സെഞ്ച്വറിയിലോ 35th സെഞ്ച്വറിയിലോ പുതുമ വരും. അതുകൊണ്ടാണ് സനാതന ധർമ്മമാകുന്നത്. ഹിന്ദു മതമില്ല അവിടെ. സനാതനം എന്നും നവമായിരിക്കുന്നതാണ് സനാതനം, എന്നും ഒരു പുതുമ.
പറഞ്ഞാൽ അതിലൊരു പുതുമ, ആ പുതുമ തോന്നിപ്പിക്കുമ്പോൾ അത് സനാതനായി. അതിനൊരു വെസ്റ്റഡ് താല്പര്യങ്ങളോ ഒരു ചട്ടക്കൂടുകളോ സനാതനധർമ്മത്തിലില്ല. എല്ലാ സെമറ്റിക് റിലീജിയനിലും അതുണ്ട്. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം നമ്മളുടെ എത്രയും മഹാനായ കാർൽ മാർക്സ് പറഞ്ഞത് മതം മനുഷ്യൻ്റെ കറുപ്പാണ്. അത് നമ്മൾ മറന്നു പോവുക. മതം മനുഷ്യൻ്റെ കറുപ്പായിട്ടല്ല, അദ്ദേഹത്തിന് തെറ്റിപ്പോയി. പക്ഷെ അദ്ദേഹം പറഞ്ഞത് അല്പം വികാരത്തള്ളലിലാണ്. കാരണം റിലീജിയൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാത്തതുകൊണ്ട് ആ വാക്കിൻ്റെ ഉറവിടം നോക്കിയാലേ മനസ്സിലാവും. റിലിഗ്വ, വീണ്ടും നമ്മൾ ലാറ്റിനിലേക്ക് പോയിട്ട് ഗോയിങ് ബാക്ക് ടു ദ സോഴ്സ്. എന്താ അതിൽ തെറ്റ്? ഗോയിങ് ബാക്ക് ടു ദ സോഴ്സ് എന്ന് പറയുന്നത് അതുകൊണ്ട് മതം ആവശ്യമില്ല എന്ന് പറയില്ല, മതം ആവശ്യം. പക്ഷെ നമ്മൾ മതത്തിൽ കുടുങ്ങരുത്. നമ്മൾ മതത്തിന് അതീതമാണ്, മതാതീതമായ കാഴ്ചപ്പാട്, അതാണ് നമുക്ക് വേണ്ടത്. മതത്തിൽ കുടുങ്ങിയാൽ പോയി. നമ്മൾ വഞ്ചിയിൽ എന്തിനാ പോകണം? വെള്ളത്തിൽ കൂടെ പോകുമ്പോൾ വഞ്ചിയിൽ കയറിയിരിക്കും, നമുക്ക് അപ്പുറത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. പക്ഷെ അപ്പുറത്ത് എത്തിയാലും നമ്മൾ എന്ത് ചെയ്യും? വഞ്ചിയിൽ നിന്ന് ഇറങ്ങില്ല, നമ്മൾ വഞ്ചിയിൽ തന്നെ ഇരിക്കും. എനിക്ക് വഞ്ചി ഇഷ്ടമായി. അപ്പോൾ ഡെസ്റ്റിനേഷനിൽ എത്തണ്ടേ? ഒരു താല്പര്യമില്ല, ഈ വഞ്ചിയിൽ ഇരിക്കാൻ പോവാം. അയാൾ അക്കരെ എത്തില്ല, അയാൾ വഞ്ചിയോട് അത്രയും ഇഷ്ടമായി. അപ്പോൾ അതുകൊണ്ട് വഞ്ചിയിൽ തന്നെ അടങ്ങി ഒതുങ്ങി ഒരു കാര്യമില്ല. അപ്പോഴാണ് ബിഗോട്ടാവുന്നത്. അങ്ങനെ വരുമ്പോഴാണ് മതം മനുഷ്യൻ്റെ കറുപ്പാകുന്നത്, മത അതീതമായി ചിന്തിക്കാത്തത്. ഇവിടെ നടക്കാൻ പോണ വേദമന്ത്രങ്ങളാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും അർത്ഥം പറയാൻ നിന്നാൽ നമ്മൾ അത് ഒരുപാട് നീട്ടുമ്പോൾ സമയക്കുറവും വരും. ഇതില്ലാതെ തന്നെ പൂജിക്കാനാണോ ഞാൻ ഇരിക്കുന്നത്? പൂജിക്കാനല്ല, പൂജിക്കേണ്ട വസ്തുവൊന്നും ഇല്ലല്ലോ. ആരെയാണ് നമ്മൾ പൂജിക്കേണ്ടത്? നമ്മൾ ആരെ പൂജിക്കുക? പൂജിക്കാൻ പോയാൽ ഞാൻ എന്നെ തന്നെ പൂജിക്കുക, അപ്പം അഹംഭാവിയാണ് എന്നാണ് മറ്റൊരു വിവക്ഷം. അതൊക്കെ നമുക്ക് കേൾക്കാം. ഹരിനാമകീർത്തനങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട്. ശാസ്ത്രീയമായി ചിന്തിച്ച് കഴിഞ്ഞാൽ അതൊക്കെ മനസ്സിലാവും. ഞാനാണ് ദൈവം എന്ന് പറഞ്ഞാൽ അപ്പം ഞാനൊരു ആൾ ദൈവമായില്ലേ? ആൾ ദൈവമില്ല. മറ്റൊരു ദൈവമുണ്ടോ? അതുമില്ല. അപ്പോൾ താൻ തന്നെയാണ് ദൈവമല്ലേ? അതെ, നിങ്ങളും ദൈവമാണ്. അങ്ങനെയുള്ള നമ്മൾ ഷെയ്ക്കിൻ്റെ ചെയ്യാണ് ഇങ്ങനെ തൊഴുന്നത്. നിങ്ങളാകുന്ന ദൈവത്തെ ഞാൻ തൊഴുകണം. നിങ്ങളാണ് ദൈവം. തത്വമസി, അഹം ബ്രഹ്മാസ്മി, പ്രജ്ഞാനം ബ്രഹ്മ, ആയം ആത്മബ്രഹ്മ. ഇവിടെയൊക്കെ മതം വേണ്ടാന്ന് എന്തിനാ പറയുന്നത്? ഇതെന്ത് മതം? ഇതൊന്നും മതമല്ല. ഇപ്പോൾ ചെട്ടക്കൂടിലിട്ട് കഴിഞ്ഞാൽ അത് മതം. എന്നിട്ട് അതിൽ പിടിച്ചു നിന്നാൽ കുറേ കാര്യങ്ങൾ വരും. അതൊരു സെമറ്റിക്കായിട്ട് മാറും. സെമറ്റിക് റിലീജിയനാണ് പറയണമെന്നുണ്ടെങ്കിൽ ശരി, അതാവശ്യമില്ല. എന്തിനീ ചട്ടപ്പാട് വയ്ക്കുന്നത്? ഞാനൊന്ന് പള്ളിയിൽ പോയിട്ടൊന്ന് പ്രാർത്ഥിച്ചോട്ടെ, നിങ്ങളെന്തിനാ വേണ്ടാന്ന് പറയുന്നത്? എനിക്കെന്താ പ്രാർത്ഥിക്കണോ? അതായത് നിങ്ങൾക്ക് വിവരം ശരിക്കും ഹിന്ദുയിസം തന്നെ ശരിക്കും. ഹിന്ദുയിസം അല്ല സനാതനം. എന്നും നവമായിരിക്കും. എന്നൊരു സാധനം നവമായിരിക്കും. ഇരിക്കും. ആരാ? പ്ലാസ്റ്റിക് പുഷ്പങ്ങൾ നവാണ്. ആ നവത്തിനെ പറ്റിയല്ല പറഞ്ഞത്. അത് പ്ലാസ്റ്റിക് പുഷ്പങ്ങൾ ഒരിക്കലും പാടില്ല. നമ്മളെ മേശപ്പുറത്ത് കൊണ്ടുവയ്ക്കാൻ പറ്റിയ സാധനം പ്ലാസ്റ്റിക് പുഷ്പം. അത് പാടില്ല. ഒറിജിനൽ പുഷ്പം കൊണ്ടുവച്ചാൽ നാളെ അതെടുത്ത് മാറ്റണം, അത് പാടും. പക്ഷേ എന്ത് വേണം? ആ പ്ലാസ്റ്റിക് പുഷ്പമാണോ നമുക്ക് വേണ്ടത്? അല്ല, ശരിക്കുള്ള പുഷ്പം തന്നെയാണ്. അതിന് വാട്ടം വരും, കോട്ടവും വരും. അതിൽ നിന്ന് അതിജീവിക്കാൻ സ്വയം പഠിക്കണം. ഞാനൻ ആരെന്നറിയുക എന്ന് മാത്രമേ രമണ മഹർഷി പറഞ്ഞുള്ളൂ. ഞാനാരാ? അതിനുത്തരം പറഞ്ഞു തത്വമസി. തത്വം അസി, തും അസി. നീ അതാണ്. എന്തിനാണോ നീ പൂജിക്കുന്നത്? ഒന്ന് നോക്കൂ. യുക്തിവാദികളുടെ കാഴ്ചപ്പാടിനോടുകൂടി യോജിച്ചു പോകുന്ന ഒരു ചിന്താഗതി ഏതൊരു യുക്തിവാദിക്കാണ് എനിക്കൊന്ന് പറയാൻ പറ്റില്ല. 2003-2004 ഗുജറാത്ത് യൂണിവേഴ്സിറ്റിയോട് എന്നോട് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് സംസാരിക്കേണ്ടി വന്നത് 35,000 ആൾക്കാരോട്. മനുഷ്യ മനസ്സിൻ്റെ പ്രകമ്പനങ്ങൾ എന്ന് പറഞ്ഞ വിഷയമാണ് എന്നോട് അവതരിപ്പിക്കാൻ. ഞാൻ കളരിയിലൂടെയാണ് അത് അവതരിപ്പിച്ചത്. ആദ്യം കളരി വന്ദനം തൊഴുത്ത് കാണിച്ചു. എങ്ങനെയാണ് കളരിയിലേക്ക് കിടക്കുന്നത്? അത് ഉൾക്കൊള്ളണമെങ്കിൽ ഇതെന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകും. കളരിയിലുള്ള തത്വസംഹിത. അരികളാകുന്ന കളകൾ മുളയ്ക്കാത്ത പുണ്യഭൂമിയാണ് കളരി. അവിടെ തലകുത്തി മറിഞ്ഞിട്ടോ വെട്ടിത്തിരിഞ്ഞ് ചവിട്ടിയിട്ടോ ഒന്നുമല്ല കളരിയിലേക്ക് കിടക്കുക. രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് തൊഴുതു.
വലത്തെ കാല് മുന്നിലേക്ക് വയ്ക്കുക. ആ നിലം തൊടാനുള്ള പിന്നെ പോകും. എന്നിട്ട് ചക്രാകാരത്തിൽ തിരിഞ്ഞുകൊണ്ടാണ് അകത്തേക്ക് കിടക്കുന്നത്. ഇത് കയറി വരുന്നൊരു കുട്ടീനെ പഠിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവനോട് അത് ബാഹ്യമായ ചേഷ്ടകൾ കാണിച്ചു കൊടുക്കും. പിന്നെ അവൻ്റെ ഉയർച്ച വരുമ്പോൾ ഡാൻ കൂടിക്കൂടി വരുമ്പോൾ, അല്ലെങ്കിൽ അവൻ്റെ ഉയർച്ച കൂടിക്കൂടി വരുന്നതനുസരിച്ച് അതിൻ്റെ സൂക്ഷ്മതത്വങ്ങളിലേക്ക് പ്രവേശിക്കും. സ്ഥൂല തത്വങ്ങൾ എളുപ്പം, സൂക്ഷ്മ തത്വങ്ങൾ ഗ്രാഹ്യമാവാൻ വിഷമമുണ്ടാവും. ഉൾക്കൊള്ളാൻ മനസ്സില്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ പറ്റാതെ പോകും, തെറ്റിദ്ധരിക്കപ്പെടും. തെറ്റിദ്ധാരണ ഭയങ്കര പ്രശ്നത്തിൽ കലാശിക്കും. ഞാൻ എന്ത് പറഞ്ഞോ അതല്ല തെറ്റിദ്ധരിക്കും. അനത്തെ ഗുസ്തിബുസ് നിൽ ഡിസ്പ്യൂറ്റാൻറ്റും, അവിടെ ഡിസ്പ്യൂട്ട് വരുന്നതാണ്. അച്ചയ്ക്ക് ഇഞ്ചി ഭക്ഷണം, നായർക്ക് കൊഞ്ച് ഭക്ഷണം. അത് രണ്ടും പറഞ്ഞിട്ട് നായർ സ്ത്രീയും തമ്മിൽ വീട്ടിൽ കലഹം. ഇന്ന് എൻ്റെ മീൻകൂട്ടാന്നൊക്കെയാണ്. എനിക്കൊരു ഇഞ്ചിക്കറി ഉണ്ടോ നിങ്ങളെന്താ ചോദിക്കാത്തത്? ഇഞ്ചി ഇല്ലാണ്ട് എനിക്കൊരു പിടി ചോറിറങ്ങില്ല. കുറച്ചൊരു മീൻചാറ് വെച്ചോണ്ട് എനിക്ക് എന്താ പറഞ്ഞു? അത് പറഞ്ഞു വഴക്കായി. സ്വാദിന് വേണ്ടി തല്ലോ. ഇതിനൊക്കെ പരിഹാരമല്ലേ വേദത്തിൽ പറഞ്ഞ ആ യുക്തിചിന്ത, വേദത്തിലെ യുക്തിചിന്ത. അത്രയും റിലേഷണലിസ്റ്റിക് തോട്ടടങ്ങിയ ഒരു ധർമ്മസംഹിത ഞാൻ ഫോളോ ചെയ്യുന്നു. ഞാൻ കാര്യത്തിലേക്ക് കടക്കാൻ പോവാണ്. മെല്ലെ മെല്ലെ വിഷയങ്ങളിലാണ്. ഒരുപാട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും എൻ്റെ പല തെറ്റി എവിടെ ഓം പ്രാതരഗ്നിം പ്രാതരേന്ദ്രം ഘവാമഹേ പ്രാതർമിത്രാവരുണ പ്രാതരശ്വിന പ്രാതർഭഗം പൂഷണം ബ്രഹ്മണസ്പതിം പ്രാതസോമ ഉദരുദ്രം ഹൂവയമ. ഓം പ്രാതർജിതം ഭഗമുഗ്രം ഹുവേമ വയം പുത്രമദിത്തേര്യോ വിധർത്ത ആദ്രഛിദ്യം മന്യമാനസ്തുരഛിദ്രാജ ഛിദ്യം ഭഗം ഭക്ഷീത്യഃ. ഓം ഭഗപ്രണേയേതർഭഗസത്യരാധോ ഭഗേമാം ധിയമുദവാദതന്നഃ ഭഗപ്രണോ ജനയ ഗോഭിർഐശ്വർഭഗ നിർവന്ദസ്യാമ. ഓം ഉദയദാനീം ഭഗവന്തസ്യമോദപ്രവിത്ത ഉദമധ്യേ അന്ന ആം ഉദോദിതാമഖവൻ സൂര്യസ്യ വയം ദേവാനാം സുമതൗ സ്യാമ. ഓം ഭഗ ഏവ ഭഗവന്നസ്തു ദേവാസ്തേന വയം ഭഗവന്തസ്യാമ. തം ത്വാ ഭഗ സർവ യുജ്ജോഹ വീരിസ്സനോ ഭഗപുര ഏതാവവേഹ. ഓം ശാന്തി ശാന്തി ശാന്തി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ആചമനാണ്. എല്ലാം എക്സ്പ്ലനേഷൻ ചെയ്യുന്നില്ല, ക്ഷമിക്കണം. കാരണം അല്ലാതെ തന്നെ 1 മണിക്കൂറോളം പിടിക്കുന്ന വിഷയം. ആചമനം ചെയ്യാം. ഓം ശന്നോ ദേവീരഭിഷ്ടയഃ ഭോ ഭവന്തു വേദയേ ഏഷയോരഭസ്രവന്ദനഃ. ഓം വക് വക്. ഓം പ്രാണ പ്രാണ. ഓം ചക്ഷു ചക്ഷു. ഓം ശ്രോത്രം ശ്രോത്രം. ഓം നാഭി. ഓം ഹൃദയ. ഓം കണ്ഠ. ഓം ശിര. ഓം ബാഹുഭ്യാം ശോബലം. ഓം കരതല കരപൃഷ്ഠേ. ഓം ഭു പുനാത് ശിരസി. ഓം ഭുവ പുനാത് നേത്രയോ. ഓം സ്വ പുനാത് കണ്ഠേ. ഓം മഹ പുനാത് ഹൃദയേ. ഓം ജന പുനാത് നാഭ്യാം. ഓം തപ പുനാത് പാദയോ. ഓം സത്യം പുനാത് പുനഃശിരസി. ഓം ഖം ബ്രഹ്മ പുനാതു സർവത്ര. അടുത്തത് നമ്മൾ ശുദ്ധി ചെയ്തതാണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ ആചമനം, മാർജനം, ഇതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്. ഇതേ ചടങ്ങുകൾ കളരിയിൽ കാണാൻ പറ്റും. അവരത് മുട്ടുതൊട്ട് മുഴുപ്പ് തൊട്ട് എന്നൊക്കെ പറയും. അപ്പോൾ ഈ രൂപത്തിൽ കൂടെ കളരി അഭ്യസിക്കുമ്പോഴാണ് കളരി വെറും ശരീരത്തിനുള്ളതല്ല, മറിച്ച് മനസ്സിനുള്ളതാണ്. നമ്മൾ ആന്തരിക ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഇത്ര നേരം ചെയ്യുന്നത്. ഈ ആന്തരിക ശുദ്ധിയിൽ
അത്യുച്ചത്തിൽ നിൽക്കുന്ന ഒരു വിഷയമാണ് പ്രാണായാമം. ആ പ്രാണായാമത്തിന് ഗംഭീര അർത്ഥത്തോടു കൂടിയിട്ടുള്ള പ്രാണായാമമാണ് ഒരു വൈദികൻ ചെയ്യുന്നത്. യോഗാഭ്യാസിയുടെ കാര്യമല്ല പറയണം, ഒരു 4 യോഗങ്ങളിൽ പെട്ട അവരുടെ അവസ്ഥയല്ല പറയണം. അവസ്ഥകൾക്കൊക്കെ അതീതമായ ഒരു അവസ്ഥയിലേക്ക് എത്തിയ ഒരു വൈദികൻ ചെയ്യുന്നതാണ്. ഓം ഭൂ, ഓം ഭുവഃ, ഓം സ്വഃ, ഓം മഹഃ, ഓം ജനഃ, ഓം തപഃ, ഓം സത്യം. ഇനി ഞാൻ ഋഗ്വേദത്തിലെ മന്ത്രമാണ്, 3 മന്ത്രങ്ങളാണുള്ളൂ. പക്ഷെ അത് എന്താണ് പറയുന്നത് എന്നുള്ളത് ജനറലായിട്ട് ഞാൻ പറയുന്നത് ഇവിടെ ഉത്തമമാണെന്ന് ധരിക്കുകയാണ്. പക്ഷെ വിവരണത്തിലേക്ക് ഒന്നും കടക്കുന്നില്ല. ഒരാഴ്ച കിട്ടിയാൽ ഇത് തീരില്ല. ഇത് ഋഗ്വേദമാണ്. ഋഗ്വേദത്തിലെ 190 കിടക്കുന്നു. ഇത് അഘമർഷണ മന്ത്രം. പ്രപഞ്ച സൃഷ്ടിനെ ഒരു 4 വാചകങ്ങളിലൂടെ നോക്കണം. എങ്ങനെയാണ് ഊർജത്തിനെ പറ്റിയിട്ടുള്ളത്. ഇതിലൊന്നും അന്ധവിശ്വാസ കണിക ഒരിക്കലും കാണാൻ പറ്റില്ല. സ്വമേധയാ നിങ്ങൾ പറയും മതം വേണം. അത് കഴിഞ്ഞാൽ മറ്റൊരു വിവക്ഷ ഇതിന് വരുന്നുണ്ട്. എങ്ങനെയാണോ ഒരു സ്പേം പുരുഷ ബീജം അതിവേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ട് ഭ്രൂണത്തിൻ്റെ അവിടേക്ക് എത്തുന്നത്, അത് വന്ന് മുട്ടുമ്പോൾ അത് തുറക്കുന്നു. പലരും മുട്ടി അവിടെ വീഴുകയാണ്. ഒരു സ്പേം വരുമ്പോൾ മാത്രമാണ് അത് ഉൾക്കൊള്ളാൻ വേണ്ടി തുറക്കുന്നത്. ആ സ്പീഡുള്ള അതിൻ്റെ പ്രയാണം നമുക്ക് നോക്കാം. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ചെറിയ ഒരു 4 4 8 4 12 ലൈനിൽ എങ്ങനെ പ്രപഞ്ച സൃഷ്ടി കാണിക്കാം. എൻ്റെ ഒരു ക്ലാസ് ഉണ്ട്, അതായത് ബിഗ് ബാങ് തിയറി, സ്റ്റഡി സ്റ്റേറ്റ് തിയറി, പൾസേറ്റിംഗ് തിയറി ഓഫ് ദ യൂണിവേഴ്സ്. ഇത് ഞാനൊരു വീഡിയോ കാസറ്റിലാക്കിയിട്ട് പബ്ലിഷ് ചെയ്തതാണ്. അതിന് മറ്റു ചില വേറെ ചില സാങ്കേതിക തടസ്സങ്ങൾ വന്നതുകൊണ്ട് ഞാനത് മുഴുവൻ പുറകോട്ടെടുത്തു. കാരണം എനിക്ക് എക്സ്പ്ലനേഷൻ നൽകുന്നു തോന്നി എന്താണ് ബിഗ് ബാങ് തിയറി. ഓക്കെ, എന്തായാലും നമുക്ക് 12 മന്ത്രം ഒന്ന് ചൊല്ലി നമ്മളെ കർത്തവ്യത്തിലേക്ക് കിടക്കണം. ഓം ഋതഞ്ജ സത്യഞ്ജാഭീതപസോധ്യജായതാ തതോ രാത്രിജായതാ തദ സമുദ്രോ അർണവ. ഓം സമുദ്രാദർണവാഭവി സംവത്സരോ അജായത അഹോരാത്ര്യാണി വിദതത് വിശ്വസ്യ മിഷതോ വശി. ഓം സൂര്യചന്ദ്രമസൗ ഊധാധാ യഥാ പൂർവമകൽപ്പയത് ദിവഞ്ച പൃഥ്വീഞ്ചാന്തരീക്ഷമതോ സ്വഹ. 4 4 8 4 12. ഒരു സ്പേം അണ്ടം തേടിയുള്ള യാത്ര, പ്രപഞ്ച സൃഷ്ടിയുടെ തുടക്കം. ഇവിടെ സത്തോ അസത്തോ ഇല്ലാതിരുന്ന കാലത്ത്, ഇവിടെ ഉണ്മയോ വെണ്മയോ ഇല്ലാതിരുന്ന കാലത്ത് ഇവിടെ എന്തായിരുന്നു? ഒരു മെറ്റീരിയൽ സൃഷ്ടി നടക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ. ഋഗ്വേദാണ്, അതിൽ കൂടെ കടന്നു. ഇനി നമ്മൾ വീണ്ടും ആചമനം ചെയ്യണം. ആചമനം ചെയ്യാനാണ് വീണ്ടും ചെയ്യുന്നത്. ഓം ശന്നോ ദേവീരഭിഷ്ടയാവോ ഭവന്തു വീരയേ ഏയോരവസ്രവന്ദനഃ. മനസ്സുകൊണ്ടുള്ള ഒരു പ്രദക്ഷിണം, മനസ്സ പരിക്രമണം, അതാണ് ചെയ്യുന്നത്. ഇത് അഥർവ വേദത്തിൻ്റെ ഭാഗം. അഥർവ വേദം കേട്ട മാത്രയിൽ അത് ആഭിചാര്യ പ്രക്രിയയെന്ന് ധരിച്ചിട്ടുണ്ട്, അല്ല എന്നുള്ളത് സവിനയം പ്രസ്താവിക്കും. അഥർവ വേദം വളരെയധികം സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു വസ്തുതയാണ്.
ഓം പ്രാഗീതിഗഗ്നിരതിപതിരസിതോ രക്ഷിതാദിത്യ ഇഷവദേഭ്യോ നമോധിപതിഭ്യോ നമോ രക്ഷിതൃഭ്യോ നമ ഇഷഭ്യോ നമ ഏഭ്യോ അസ്തു യോസ്മാൻവിഷ്ടിയം വയം ദുഷ്മസ്തം വോജം വേദദ്മഃ ഓം ദക്ഷിണാദി ഇന്ദ്രിയോധിപതിസ്ഥിരച്ചിരാജീ രക്ഷിതാപിതര ഇഷവ എഭ്യോ നമോധിപതിഭ്യോ നമോ രക്ഷിതൃഭ്യോ നമ ഇഷഭ്യോ നമ ഏഭ്യോ അസ്തു യോസ്മാൻവിഷ്ടിയം വയം ദുഷ്മസ്തം വോജം വേദദ്മഃ ഓം പ്രതീജീരിഗുവരണോധിപതിവൃതാഗുരക്ഷിതാന്നമിഷവ തെഭ്യോ നമോധിപതിഭ്യോ നമോ രക്ഷിതൃഭ്യോ നമ ഇഷുഭ്യോ നമ ഏഭ്യോ അസ്തു യോസ്മാൻവിഷ്ടിയം വയം ദുഷ്മസ്തം വോജം വേദദ്മഃ ഓം ഉദീജീരിക് സോമോ അധിപതിസ്വജോ രക്ഷിതാശനിഷവ തെഭ്യോ നമോധിപതിഭ്യോ നമോ രക്ഷിതൃഭ്യോ നമ ഇഷുഭ്യോ നമ ഏഭ്യോ അസ്തു യോസ്മാൻവിഷ്ടിയം വയം ദുഷ്മസ്തം വോജം വേദദ്മഃ ഓം ധ്രുവാദിക് വിഷ്ണുരധിപതി കൽമാഷഗ്രീവോ രക്ഷിതാവീരുധ ഇഷവദേഭ്യോ നമോധിപതിഭ്യോ നമോ രക്ഷിതൃഭ്യോ നമ ഇഷുഭ്യോ നമ ഏഭ്യോ അസ്തു യോസ്മാൻവിഷ്ടിയം വയം ദുഷ്മസ്തം വോജം വേദദ്മഃ ഓം ഊർധ്വാദിക് ബൃഹസ്പതിരധിപതി ശ്വിത്രോ രക്ഷിതാവർഷമിഷവ തെഭ്യോ നമോധിപതിഭ്യോ നമോ രക്ഷിതൃഭ്യോ നമ ഇഷുഭ്യോ നമ ഏഭ്യോ അസ്തു യോസ്മാൻവിഷ്ടിയം വയം ദുഷ്മസ്തം വോ ജംഭേ ദദ്മഃ ഉപസ്ഥാനം. അപ്പോൾ നമ്മളൊരു പ്രദക്ഷിണം വെച്ചു, അത് വന്നു, അത് കഴിഞ്ഞ് വന്നിരുന്നത് ഉപസ്ഥാനം. നമ്മളൊന്ന് ഇരിക്കുക. എവിടെ? ദൈവത്തിൻ്റെ അടുത്തിരിക്കുക എന്നാണ് പറയുന്നത്. ഓ, അതൊന്ന് കേൾക്കണല്ലോ. അങ്ങനെയാണെങ്കിൽ ഉപസ്ഥാനം, ഉപനിഷത്ത് എന്ന് കേട്ടിട്ടുണ്ടാവും. ഉപസ്ഥാനത്താണ് ഇരിക്കാൻ പോകുന്നത്. ഓം ഉദ്വയം തമസുസ്പരിസ്വ പശ്യന്ത ഉത്തരം ദേവം ദേവത്ര സൂര്യമകന്മ ജ്യോതിരുത്തമം ഓം ഉദുത്യം ജാതവേദസം ദേവം വഹന്തി കേതവദൃശീ വിശ്വായ സൂര്യം ഓം ചിത്രം ദേവാനാമുദഗാദരീകം ചക്ഷുർമിത്രസ്യ വർണ്ണസ്യ അഗ്നി അപ്രദേവ പൃഥ്വി അന്തരീക്ഷം സൂര്യാത്മ ജഗതസ്തസ്തുഷശ്ച സ്വാഹ ഓം തക്ഷുർദേവഹിതം പുരസ്താ ചുക്രമുച്ചിരത് പശ്യേമ ശരദശതം ജീവേമ ശരദശതം ശൃണുയാമ ശരദശതം പ്രഭ്രവാമ ശരദശതം അധീനസ്യാമ ശരദ ശതം ഭൂയശ്ച ശരദശതാത്. ഇപ്പോൾ നമ്മൾ വളരെ സാമീപ്യത്തോടുകൂടി ദൈവത്തോട് ചേരാൻ വേണ്ടി അടുത്തിരുന്നിരിക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗായത്രിയാണ്. ഗായത്രി മന്ത്രം ആണ് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം പറയാൻ നിന്നാൽ അതും ഈ പറഞ്ഞ പോലെ വളരെ റേഷണലിസ്റ്റിക് ആയിട്ടുള്ള തോട്ട്സാണ്. ഓം ഭൂർഭുവഃസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ഭൂർഭുവഃസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ഭൂർഭുവഃസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഇനി നമ്മൾ സമർപ്പിക്കുകയാണ്. എന്ത്? നമ്മളെ തന്നെ സമർപ്പിക്കുകയാണ്. വല്ല അഹന്തയുണ്ടെങ്കിൽ അത് കളയാൻ വേണ്ടിയിട്ട് ആചാര്യനാവുമ്പോൾ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ടി വരും. അത് പൂജ ചെയ്യുമ്പോൾ പറഞ്ഞു കൊടുക്കില്ല. അങ്ങനെയാണ് ക്ലാസ് പോയി എടുക്കേണ്ടത്. ഇപ്പോൾ പ്രത്യേക ഒരു സംഗതി പ്രമാണിച്ചാണ് ഇതിൽ കൂടെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത്. സമർപ്പണം. ഹേ ഈശ്വരാധ്യാനിനി ഭഗവത്കൃപയ അനേന ജപോപാസനാദി കർമ്മ ധർമാർത്ഥ കാമമോക്ഷാണ് സദ്യസിദ്ധ ഭവേന. ഇനി ഒരു നമസ്കരിക്കുകയാണ്. നമ്മൾ കിടക്കുകയാണ്, കിടന്ന് നമസ്കരിക്കുകയാണ്, ഇരുന്ന് നമസ്കരിക്കുകയാണ്. ഓം നമ ശംഭവായ ച മയോ ഭവായ ച നമ ശങ്കരായ ച മയസ്കരായ ച നമ ശിവായ ച ശിവതരായ ച. ഓം ശാന്തി ശാന്തി ശാന്തി. ഇനി നമ്മൾ അഗ്നിഹോത്രത്തിലേക്ക് പ്രവേശിക്കാൻ പോകണം. ഇതുവരെ അഗ്നിഹോത്രത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല. ഓം വിശ്വാനി ദേവ സവിതറുദുരിതാനി പരാസ്വ യദ്ഭദ്രം തന്ന ആസ്വ. ഓം ഹിരണ്യഗർഭസമവർത്തദാഗ്രേ ഭൂതസ്യ ജാതപതിരേക ആസീത് സദാധാരവൃദ്ധിം ദ്യാമുദയമാം കസ്മൈ ദേവായ ഹവിഷാവിധേമ. ഓം യാത്മദാ ബലദാ യസ്യ വിശ്വ ഉപാസതേ പ്രശിഷം യസ്യ ദേവ യസ്യ ഛായാമൃതം യസ്യ മൃത്യു കസ്മൈ ദേവായ ഹവിഷാവിധേമ. ഓം യ പ്രാണതോ നിമിഷതോ മഹിത്വൈകൈദ്രാജാ ജഗതോ ബഭൂവ യ ഈശേ അസ്യ ദ്വിപദ ചതുഷ്പദ കസ്മൈ ദേവായ ഹവിഷാവിധേമ.
ഓം യേന ദ്യൗരുഗ്ര പൃഥ്വീജ ദൃഢാ യേന സ്വസ്തവിദം യേന നാഗ യോ അന്തരീക്ഷേ രജസോ വിമാന കസ്മൈ ദേവായ ഹവിഷാ വിധേമ. ഓം പ്രജാപതേന ത്വദേതാനന്യോ വിശ്വാജാതാനി പരിതാ ബഭൂവ യത്കാമാസ്തേ ജുഹൂമസ്തന്നു അസ്തോ വയം സ്യമപതയോ രയീണാം. ഓം ശനോ ബന്ധുർജനിതാ സവിധാത ധാമാനി വേദ ഭുവനാനി വിശ്വ യത്ര ദേവ അമൃതമാനശാനാസ്തി യേ ധാമന്നധ്യൈരയന്ത. ഇനി നമ്മൾ ദീപം ജ്വലിപ്പിക്കുകയാണ്. ദീപം ജ്വലിപ്പിക്കുക ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വെളിച്ചം. വെളിച്ചം നമുക്ക് ആവശ്യമാണ്. വെളിച്ചം ജ്വലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ദീപം കത്തിക്കുമ്പോൾ അവിടെ ചില കാര്യങ്ങൾ അതാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ നെയ്യ് ഒരു പാത്രത്തിൽ വെച്ചിരിക്കുകയാണ്. ആ നെയ്യ് ഉരുക്കുക. നെയ്യ് ഉരുക്കിയ ആ നെയ്യിനെയാണ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കാറുള്ളത്. ഹോമകുണ്ഡം ആണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ശരിക്കും ഇത് പൂജയാണെന്ന് വെച്ചാൽ പൂജയല്ല നമ്മൾ ചെയ്യണം. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഹവനം ചെയ്യുന്നുണ്ട്, അഗ്നികുണ്ഡം വെച്ചിട്ടുണ്ട്, വേദം ചൊല്ലാൻ പോവാണ്. വേദം ചൊല്ലിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യണം. പൂജിക്കുകയല്ല. പൂജ എന്നല്ല വിളിക്കുക. പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള ചില സംജ്ഞകളാണ് ഈ പറഞ്ഞത്. ഓം അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം ഹോ ആതാരം രത്നധാധമം ഓം അഗ്നേ നയസുബദ്ധാരായേ അസ്മാൻ വിശ്വാനി ദേവവൈനാനി വിദ്വാനി യോദ്യസ്മജ്ജുഹുരാണമേനോ ഭൂയിഷ്ടാന്തേ നമ ഉക്തിം വിധേമ. ഓം അമൃതോപസ്ത്രണമസി സ്വാഹ. ഓം അമൃതാഭിധാനമസി സ്വാഹ. ഓം സത്യം യശശ്രീ മൈശ്രീ ശ്രീതാം സ്വാഹ. ഓം വാഗ്മസ്യസ്തു ഓം നസോർമേ പ്രാണോസ്തു ഓം അക്ഷണോർമേ ചക്ഷുരസ്തു ഓം കർണയോർമേ ശ്രോത്രമസ്തു ഓം ബാഹോർമേ ബലമസ്തു ഓം ഊർവോർമ ഓജോസ്തു. ഓം ഓം അരിഷ്ടാനി മേങ്കാനി തനിസ്തന്വാമേ സഹസന്തോ. ഓം
ഞാൻ യാഗങ്ങൾ നടക്കണ യാഗഭൂമിയിലൊക്കെ കാണപ്പെടുന്ന പ്രക്രിയയാണ്. അതൊരു മിനിയേച്ചർ ഫോമിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹോമകുണ്ഡം ഇതൊക്കെ നമുക്ക് ഹോമകുണ്ഡം യാഗം നടക്കണം, ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ടൊരു മിനിയേച്ചർ ഫോമിൽ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കണം. ഒരു അഗ്നിഹോത്രി ഇതെല്ലാം ചെയ്യാൻ വേണം. ഓം ഭൂർഭസ്വഃ ഓം ഭൂർഭസ്വ ദൗരിവ ഭൂമ്ന പൃഥ്വീവ വരിംന തസ്യാസ്തേ പൃഥ്വീ ദേവയജനി പൃഷ്ടേഗ്നി മന്നാഥമന്യാധ്യായാധദേ. ഓം ഉദ്ബുദ്ധ്യ സ്വാഗ്നേ പ്രജാഗൃഹീത്തമിഷ്ടാപൂർത്തേ സംസൃജയ രാമയം ച അസ്മിൻ സദസ്തേ അഭ്യുത്തരസ്മിൻ വിശ്വേ ദേവ യജമാനശ്ച സീതതാ. ഓം ഓം അയന്ത ഇന്മാത്മാ ജാതവേദസ്തേനേർസ്വർദ്ധസ്വചേതവർദ്ധേജാസ്മാൻ പ്രജയാ പശുർബ്രഹ്മവർച്ചസേനന്നാദേന സമേരയ സ്വാഹ. ഇതമഗ്നയേ ജാതവേദസേ ഇദം നമഃ. ഓം സമിതാഗ്നിം ദവസ്യത കൃതൈർബോധയതം അസ്മിൻ ഹവ്യാജന സ്വാഹ. ഇദമഗ്നയേ ഇദം നമഃ. ഓം സുസ്മിതായ ശോയുഷേ കൃതം ദിവ്രം ജുഹോദന അഗ്നയേ ജാതവേദസേ സ്വാഹ. ഇതമഗ്നയേ ജാതവേദസേ ഇദം നമഃ. ഓം തന്ത്വാ സമിതവിരംഗിരോ ഗൃഹേന വർദ്ധയാമസി ബൃഹച്ഛോച്ഛായ വിഷ്ട്യ സ്വാഹ. ഇതമഗ്നയേ അംഗിരസ്സേ ഇദം നമഃ. ഓം ആത്മാ ജാതവേദസ്തേനസ്വർദ്ധസ്വചേതവർദ്ധയാസ്മാൻ പ്രജയാ പശുർബ്രഹ്മവർച്ചസേനന്നാദേന സമേരയ സ്വാഹ. ഇദമഗ്നയേ ജാതവേദസേ ഇദം നമഃ. ഓം ഓം സമിതാഗ്നിം ദവസ്യത കൃതൈർബോധയതാദിം അസ്മിൻ ഹവ്യാജന സ്വാഹ. ഇദമഗ്നയേ ഇദം നമഃ. സുസ്മിതായ ശോയുഷേ കൃതം ദിവ്രം ജുഹോദന അഗ്നയേ ജാതവേദസേ സ്വാഹ. ഇനി പ്രജ്വാലനം നടക്കാൻ പോവുകയാണ്. 5 പ്രാവശ്യമാണ് നെയ്യിൽ ഒഴിക്കാൻ പോകുന്നത്. അയന്ത ഇദ്മ ആത്മാ ജാതവേദസ്തേനേർസ്വർദ്ധസ്വചേതവർദ്ധയാസ്മാൻ പ്രജയാ പശുർബ്രഹ്മവർച്ചസേനന്നാദേന സമേരയ സ്വാഹ. ഇദമഗ്നയേ ജാതവേദസേ ഇദം നമഃ. ഓം അയന്ത ഇദ്മ ആത്മാ ജാതവേദസ്തേനേർസ്വർദ്ധസ്വചേതവർദ്ധയാസ്മാൻ പ്രജയാ പശുർബ്രഹ്മവർച്ചസേനന്നാദേന സമേരയ സ്വാഹ. ഇദമഗ്നയേ ജാതവേദസേ ഇദം നമഃ. ഓം അയന്ത ഇദ്മ ആത്മാ ജാതവേദസ്തേനേർസ്വർദ്ധസ്വചേതവർദ്ധയാസ്മാൻ പ്രജയാ പശുർബ്രഹ്മവർച്ചസേനന്നാദേന സമേതയ സ്വാഹ. ഇദമഗ്നയേ ജാതവേദസേ ഇദം നമഃ. ഓം അയന്ത ഇദ്മ ആത്മാ ജാതവേദസ്തേനേർസ്വർദ്ധസ്വചേതവർദ്ധയാസ്മാൻ പ്രജയാ പശുർബ്രഹ്മവർച്ചസേനന്നാദേന സമേതയ സ്വാഹ. ഇദമഗ്നയേ ജാതവേദസേ ഇദം നമഃ. ഓം അയന്ത ഇദ്മ ആത്മാ ജാതവേദസ്തേനേർസ്വർദ്ധസ്വചേതവർദ്ധയാസ്മാൻ പ്രജയാ പശുർബ്രഹ്മവർച്ചസേനന്നാദേന സമേതയ സ്വാഹ. ഇദമഗ്നയേ ജാതവേദസേ ഇദം നമഃ. ഓം അയന്ത ഇദ്മ ആത്മാ ജാതവേദസ്തേനേർസ്വർദ്ധസ്വചേതവർദ്ധയാസ്മാൻ പ്രജയാ പശുർബ്രഹ്മവർച്ചസേനന്നാദേന സമേതയ സ്വാഹ. ഇദമഗ്നയേ ജാതവേദസേ ഇദം നമഃ. ഓം അയന്ത ഇദ്മ ആത്മാ ജാതവേദസ്തേനേർസ്വർദ്ധസ്വചേതവർദ്ധയാസ്മാൻ പ്രജയാ പശുർബ്രഹ്മവർച്ചസേനന്നാദേന സമേതയ സ്വാഹ. ഇദമഗ്നയേ ജാതവേദസേ ഇദം നമഃ. ഓം അതിദേ അനുമന്യസ്വ. ഓം അനുമതേനുമന്യസ്വ. ഓം സരസ്യത്യനുമന്യസ്വ. ഓം ദേവസവിത പ്രസുവയക്യം പ്രസുവയ്ക്യമതിംബകായ ദിവ്യോഗന്ധർവകേതമുഖേതം ന പുനാതു വാജസ്പദർവാജം ന സ്വതതോ.
ഖരവചിവക. ഓം അഗ്നേ സ്വാഹ ഇദമഗ്നേ ഇദം നമഃ. ഓം സോമായ സ്വാഹ ഇദം സോമായ ഇദം നമഃ. ഓം സ്വാഹ ഇദം പ്രജാപതയേ ഇദം നമഃ. ഓം ഇന്ദ്രായ സ്വാഹ ഇദം ഇന്ദ്രായ ഇദം നമഃ. ഓം സൂര്യോ ജ്യോതിർ ജ്യോതി സൂര്യ സ്വാഹ. ഓം സൂര്യോ വർച്ചോ ജ്യോതിർവർച്ച സ്വാഹ. ഓം ജ്യോതി സൂര്യ സൂര്യോ ജ്യോതി സ്വാഹ. ഓം സജൃദേവേന സവിത്ര സജുഷസേന്ദ്രമത്യ ജുഷാണ സൂര്യോ വേദ സ്വാഹ. ഓം അഗ്നിർജ്യോതിർജ്യോതിരഗ്നി സ്വാഹ. ഓം അഗ്നിർവർച്ചോ ജ്യോതിർവർച്ച സ്വാഹ. ഓം സ്വാഹ. ഓം സജുദേവേന സവിത്ര സജുരാത്രീന്ദ്രവത്യ ജുഷാണോ അഗ്നിർവേദു സ്വാഹ. ഓം ഭൂരഗ്നയേ പ്രാണായ സ്വാഹ. ഇദമഗ്നയേ പ്രാണായ ഇദം നമഃ. ഓം ഭൂർവായവേ അപാനായ സ്വാഹ. ഇദം വായവേ അപാനായ ഇദം നമഃ. ഓം സുരാദിത്യായ വ്യാനായ സ്വാഹ. ഇദമാദിത്യായ വ്യാനായ ഇദം നമഃ. ഓം ഭൂർവസൃഗ്നിവായുവാദിത്യേഭ്യ പ്രാണാപാനവ്യാനേഭ്യ സ്വാഹ. ഇദമഗ്നിവായുവാദിത്യേഭ്യ പ്രാണാപാനവ്യാനേഭ്യ സ്വാഹ. ഓം ഓം പൂർണം സ്വാഹ. ഓം പൂർണം സ്വാഹ. ഓം പൂർണം സ്വാഹ. പ്രജാപതി ഋഷി ശക്രീചന്ദ്ര സോമദേവത സ്വര ഭൈവത. तेजोपसि तेजोमयी देहि. वीरमसि वीरमयी देहि. बलमसि बलमयी देहि. ओजोसि ओजोमयी देहि. मन्नुरसि मन्नुमयी देहि. सहो असि सहो मयी देहि. യജ്ഞദേവ പ്രഭോ ഞങ്ങളുടെ ഉള്ളം ഉജ്ജ്വലമാക്കണേ. കന്മഷങ്ങൾ നീക്കി ഞങ്ങൾക്ക് മാനസിക ബലമേകണേ. വേദവാണികൾ ഓതി ഞങ്ങൾ സത്യധർമ്മികളാകണേ. ശോകസാഗരം താണ്ടി ഞങ്ങൾ ഹർഷപുളകിതരാകണേ. പഞ്ചയജ്ഞം ചെയ്യൂ ഞങ്ങൾ നന്മ അന്യനും വന്നിടാൻ. ശ്രദ്ധയോടെ ഭക്തിയോടെ യജ്ഞപൂജകൾ ചെയ്തിടാം. രോഗപീഡിത ലോകത്തിൻ്റെ ആമയങ്ങൾ തീർത്തിടാൻ. മാനവാശകൾ സകലമെന്നു സഫലമായി തീരുവാൻ. സൗഖ്യമാർന്നിട്ട് വാഴണം ഇഹ സർവ്വജീവജാലവും. വായുവും ജലഭൂമിയും സൗഗന്ധിയായി ശുഭമാകണം. സ്വാർത്ഥഭാവമിക വിട്ടു സർവം സ്നേഹമയമായി തീരണം. ഇതം മമയുടെ അർത്ഥം ഇവിടെ എങ്ങുമേ വിളങ്ങിയിടണം. കൈകൾ കൂപ്പി നവ ശീർഷരായി കുമ്പിടുന്നേൻ. യജ്ഞദേവ പ്രഭോ ഞങ്ങളുടെ ഉള്ളം ഉജ്ജ്വലമാക്കണേ. കന്മഷങ്ങൾ നീക്കി ഞങ്ങൾക്ക് മാനസിക ബലമേകണേ. വേദവാണികൾ ഓതി ഞങ്ങൾ സത്യധർമ്മികളാകണേ. ശോകസാഗരം താണ്ടി ഞങ്ങൾ ഹർഷപുളകിതരാകണേ. ഓം 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 ആപോഹിഷ്ടാമയ ഉപസ്ഥാനം ഊർജേദധാതനമഹിരണായ ചക്ഷസേ യോഗശിവതമുരസത്തസ്യ ഭാജയദേഹനൗഷധീരിവ മാതര തസ്മാരം ഗമാമവോ യശിക്ഷയായ ജിൻവത ആപോ ജനയദാജന ഷന്നോ ദേവീരവിഷ്ടയഹാപോ ഭവന്തു പീതയേ ഏഷയോരവിസ്രവന്ദിനഃ. गाधिनो विश्वमित्र ऋषि. गायत्री चंद्र सविता देवता. ओम भूर्भुवस्सुः तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि धियो यो नः प्रचोदयात्. ओम भूर्भुवस्सुः तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि धियो यो नः प्रचोदयात्. ओम भूर्भुवस्सुः तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि धियो यो नः प्रचोदयात्. ओम भूर्भुवस्सुः तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि धियो यो नः प्रचोदयात्. ओम भूर्भुवस्सुः तत्सवितुर्वरेण्यं
ഭർഗോദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത് ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരെണ്യം ഭർഗോദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത് തത്സവിതുർവരെണ്യം ഭർഗോദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത് ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരെണ്യം ഭർഗോദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത് ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരെണ്യം ഭർഗോദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഗാധിനോ വിശ്വമിത്ര ശ്രീ ഗായത്രി ചവത സവിതാ ദേവത. യാ ദേവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിത. You can also take that mindful, pray, whatever you wish to pray, and you can put it into this. Pray.自分のお祈り、好きのお祈りは自分の心でお祈りして、all together or one by one? All together. One by one also correct.
ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഈ വിരലില്ലേ, ഈ വിരലുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ മോതിരവിരൽ. ഈ വിരൽ അതന്നെ. അതുകൊണ്ട് മോതിരവിരൽ ഇതിൽ മുക്കിക്കോളൂ. എന്നിട്ട് ചെറിയൊരു ഡോട്ട് ഈ ചതുസ്സാഗരപര്യന്തം ഗോബ്രാഹ്മണേഭ്യോ ശുഭം ഭൂയ കശ്യപഗോത്രോത്പന്ന അഹം ഭവന്തം അഭിവാദയേ. അത് കഴിഞ്ഞ് വീണ്ടും ഗുരുവന്ദനം ചെയ്യും. സമാപിച്ചു. ഗുരുവിനെ ഞങ്ങളൊപ്പം അയ്യോ, അതൊന്നുമില്ല. നിങ്ങൾ അനുഗ്രഹം എനിക്ക് വേണം. അത് കുഴപ്പമില്ല. അയ്യോ